കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ MSC എൽസ ചരക്ക് കപ്പൽ മുങ്ങിയതിൽ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം വന്നു. എണ്ണച്ചോർച്ച തടയാൻ 48 മണിക്കൂറിനുള്ളിൽ നടപടി തുടങ്ങണമെന്നാണ് നിർദ്ദേശം. നടപടികൾ വൈകിപ്പിച്ച ഇന്ത്യൻ തീരത്തെ ആഘാതത്തിലാക്കിയെന്ന് MSC കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ കുറ്റാരോപണം നടത്തിയിട്ടുണ്ട്. അതിനിടെ MSC എൽസ 3 കപ്പലിലെ ആദ്യ ഇന്ധന ചോർച്ച അടച്ചു എന്ന വളരെ ആശ്വാസകരമായ വാർത്തയും വരുന്നുണ്ട്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും. ഷബീദ്, പറയൂ. നമുക്കറിയാം, അതായത് ഈ MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ MSC കമ്പനിക്കെതിരെ നിലപാട് കടുപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. ഇന്നലെ സംസ്ഥാനത്തെ കോസ്റ്റൽ പോലീസ് MSC കമ്പനിക്കെതിരെ കേസെടുത്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്ത്യശാസന നോട്ടീസ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം MSC കമ്പനിക്ക് നൽകിയിരിക്കുന്നതിൽ അപകടത്തിൽ സംബന്ധിച്ചിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ പരിസ്ഥിതി ആഘാതമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പനിക്ക് ബോധമില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ചോദിക്കുന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ചില രീതികൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മെയ് 24-ന് അപകടം ഉണ്ടാകുന്നു. അതിനുശേഷം ജൂൺ 1 വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ടഗ് ബോട്ടുകൾ വന്ന ആദ്യഘട്ട റെസ്ക്യൂ പ്രവർത്തനത്തിൽ നിന്നുള്ള കുറ്റപ്പെടുത്തൽ അത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ തീരത്തെയും സമുദ്ര വ്യവസ്ഥയും കടുത്ത ആഘാതത്തിലാക്കി. കേരള തീരത്തെ ഇതിനകം കാര്യമായി ബാധിച്ചുവെന്നും കേന്ദ്രം നൽകിയ കത്തിൽ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടവും ജോലി നഷ്ടവും ഉണ്ടായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. തുടക്കത്തിലെ കാലതാമസം അത് വലിയ തിരിച്ചടി ഉണ്ടാക്കി. കൂടാതെ എണ്ണച്ചോർച്ച നീക്കണം, അത് പരിഹരിക്കണമെന്ന് പലതവണ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം MSC കമ്പനിയോട്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടും അക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ BNS നിയമപ്രകാരവും അതേപോലെ ദുരന്ത നിവാരണ നിയമപ്രകാരവും കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്നും MSC കമ്പനിയെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര നടപടിക്ക് MSC കമ്പനിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എണ്ണച്ചോർച്ച തടയാൻ ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ അത് MSC കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്.